ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോഗ്രീൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ മൈക്രോഗ്രീൻസ് എങ്ങനെ നമുക്ക് മണ്ണിലും മണ്ണില്ലാതെയും ടിഷ്യൂ പേപ്പറിലും ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ കുഴപ്പമില്ലാത്ത റെസ്പോൺസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരത് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരത്തിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ അത്ര വലിയ ഷെഫൊന്നല്ല, ഒരു ചെറിയ റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അമൃതം പൊടി കേക്കും മാവല ജ്യൂസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൈക്രോഗ്രീൻസ് പാകം എത്തിയപ്പോൾ 8 ദിവസം ആയപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് നന്നായി കഴുകിയിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ചെറിയ ഇതായിട്ട് അരിയുന്നുണ്ട്. നമ്മൾ ചീരയും ഇതൊക്കെ അരിയൂലേ, മുരിങ്ങലൊക്കെ അരിയണ പോലെ തന്നെ എടുക്കുക. കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വളരെ അലിഞ്ഞ് പോകരുത്, ഒരൊറ്റ വിസിൽ മതി. ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു വലുപ്പത്തിലുള്ള ഒരു 5 ചെറിയുള്ളി വേണം. അതിന് പകരം വേണമെങ്കിൽ സവാളയിലെടുക്കുക. പിന്നെ നാളികേരം, പച്ചമുളക്, കടുക്. പച്ചമുളകിന് പകരം ഉണക്കമുളക് അതിലെടുക്കുക കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുക്കുന്ന മൈക്രോഗ്രീൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ എരിവ് അധികം വേണമെന്നുള്ളൊരു പച്ചമുളക് അധികം എടുക്കുക. നാളികേരം ഇപ്പോൾ ഞാനൊരു കപ്പൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനത് ഇതിൽ കുഴച്ച് വെക്കുകയാണ് ചെയ്യണത്. ഒരു മിക്സ് വല്ലാണ്ട് അരക്കണ്ട കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ചിലർ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കും. എനിക്കിങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. മൈക്രോഗ്രീൻസ് നമ്മളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഒരുപാട് പോഷക ഗുണങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക ഇത്തരം മുളപ്പിച്ച് കഴിക്കണേലാണ് ഉണ്ടാവുക കൂടുതലായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ, ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, പേടിക്കണ്ട. തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കാണൂലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ 3 ഓപ്ഷൻസ് വരും. 3 ഓപ്ഷൻസിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടും. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള സിമ്പിൾ ഞെക്കിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്കും ഉണ്ടാവും, പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും ഉണ്ടാവും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹോം പേജ് പോകണമെങ്കിൽ അഫീസ് നോട്ട്ബുക്ക് എന്ന് എഴുതി കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ അവിടെ വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിട്ട വീഡിയോസ് ഓർഡറിൽ കാണാം. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ പ്ലേലിസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ വ്ളോഗ്സ് ഉണ്ടാവും, നോൺ വെജ് റെസിപ്പി ഉണ്ടാവും, ടീ ടൈം സ്നാക്ക്, അതുപോലെ DIY ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, ഡയപ്പറിങ്, അതുപോലത്തെ സംഭവങ്ങൾ പ്ലേലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, ഫ്രൈ പാനോ ചട്ടിയോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈക്രോഗ്രീൻ, ഇതിപ്പോൾ പയറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു മൈക്രോഗ്രീൻ, അത് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം, നന്നായി വാടി വരണം. ചിലർ മുട്ടൊക്കെ ഇട്ടുണ്ടാക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ഇല നമ്മൾ മിക്സ് ചെയ്ത് ഒരുവിധം ഇളക്കി ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പരിപ്പ് ഇട്ടതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനൊരു ചെറിയ എമൗണ്ടിലുള്ള ഒരു തോരൻ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. നാളികേരമൊക്കെ ഞാനൊരു പിടി എടുത്തിട്ടില്ല. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പി പലരും യൂട്യൂബിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതൊക്കെ നോക്കാം. അപ്പോൾ പരിപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൈഡ് ഡിഷായിട്ട് കറിയും വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മൈക്രോഗ്രീൻസ് തീരെ ഉണ്ടാക്കി നോക്കാത്തൊരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്